ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഞാൻ ഇതിന് മുന്നേ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ ഫസ്റ്റ് പോയി കാണാം. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് തിയറം വെച്ചുകൊണ്ടുള്ള പോയിന്റ് ചാർജിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ചാർജ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ്, ഇവിടുന്ന് പി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ഉണ്ട്. അവിടേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? അപ്പം ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് പിയിൽ 1/4πε0 Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടക്ടിങ് സ്ഫിയർ, നോൺ കണ്ടക്ടിങ് സ്ഫിയർ, ഒരു MCQ വായിക്കുമ്പോൾ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഫസ്റ്റ് അത് ശ്രദ്ധിക്കണം, കണ്ടക്ടിങ് ആണോ നോൺ കണ്ടക്ടിങ് ആണോ എന്ന്. അത് വെച്ചുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കണ്ടക്ടിങ് സ്ഫിയറിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടക്ട് ചെയ്യുന്ന സ്ഫിയർ, കണ്ടക്ടിങ് സ്ഫിയർ. ഈ കണ്ടക്ടിങ് സ്ഫിയറിനെ കുറിച്ച് എങ്ങനെ പറയാം? ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ സ്ഫിയർ വരയ്ക്കാൻ പോവാണ്. കണ്ടക്ടിങ് സ്ഫിയർ ആകുമ്പോൾ സർഫസിൽ മാത്രമേ ചാർജിന്റെ പ്രസൻസ് ഉണ്ടാവില്ല. അതാദ്യം ഓർമ്മിച്ചേക്കുക. ഇൻസൈഡ് ഉണ്ടാവുക എന്ന് ആലോചിച്ചാൽ മതി. ചാർജ് പുറത്തേക്കാരം, സർഫസ് അതിന് പുറത്തേക്കാരം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഇൻസൈഡ് ഇവിടുന്ന് ഞാൻ ഡിസ്റ്റൻസ് എടുക്കേണ്ടത് ഇത് എന്ന് പറയുമ്പോൾ R1 എടുത്ത്, ഞാൻ ഇത് റേഡിയസ് ആയതുകൊണ്ട് R1 എടുത്ത്, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പുറത്തേക്ക് R2 എടുത്ത്. അപ്പോൾ ഇവിടെയുള്ള പോയിന്റ് ഒക്കെയാണ് ഞാൻ കാണാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഇൻസൈഡ് എങ്ങനെ കാണുക? ഇവിടെ ചാർജ് ഉണ്ടോ? ഇൻസൈഡ് ചാർജ് Q = 0 എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ Q 0 ആണെങ്കിൽ ഇവിടെ Q 0 ആണെങ്കിൽ പിന്നെ ഇതെന്തേക്കാരം 0 ആവില്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻസൈഡ് എന്തേക്കാരം 0 ആയിക്കാരം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഈ സർഫസ് നോക്കുകയാണെങ്കിൽ ആറാണ് അവർക്കുള്ള ഡിസ്റ്റൻസ്, അതായത് റേഡിയസ് 1/4πε0 Q ഡിവൈഡഡ് ബൈ റേഡിയസ് എത്രയാണ്? R സ്ക്വയർ. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഔട്ട് സൈഡ്, ഈ ഔട്ട് 1/4πε0 ചാർജ് ഉണ്ടോ? Q ചാർജ് പുറത്തില്ലേ? Q ഡിവൈഡഡ് ബൈ അടുത്തുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? R2 അതിന്റെ സ്ക്വയർ. ഈ മൂന്ന് ഇക്വേഷൻ കമ്പാരിസൺ വരും ക്വസ്റ്റ്യനിൽ. കണ്ടക്ടിങ്ങും അടുത്ത ഞാൻ നോൺ കണ്ടക്ടിങ്ങും പറയും. കണ്ടക്ടിങ് ആയതുകൊണ്ട് തന്നെ ഇതെന്തേക്കാരം സർഫസിലേക്കാരം ചാർജ് ഉണ്ടാവുക. സോ Q = 0 ആണ്. അതുകൊണ്ട് ഈ ഇൻസൈഡ് 0 ആയിരിക്കും. ഇവിടെ Q ഔട്ട് സൈഡിലും ഉണ്ട്, സർഫസിലും ഉണ്ട്. സോ ഈ സർഫസ് എന്ന് പറയുമ്പോൾ എന്താണ്? 1/4πε0 Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഈ ഔട്ട് എന്ന് പറയുമ്പോൾ 1/4πε0 Q ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ. നിങ്ങൾ ഇവിടെ ചിലപ്പോൾ പഠിച്ചത് ഈ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഇവിടെ ഫസ്റ്റ് ഉള്ളിൽ R1 പുറത്ത് R2 എന്നാണ് എടുത്തത്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ കണ്ടക്ടിങ്, അതിന്റെ ഗ്രാഫാണ് ഇമ്പോർട്ടൻറ്റ്. ഗ്രാഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് അപ്പം വെച്ച് കണ്ട് കാര്യം കൺഫ്യൂഷൻ വരല്. ഇതെന്ന് പറയുമ്പോൾ കണ്ടക്ടിങ് ആയതുകൊണ്ട് തന്നെ ഈ ഇൻസൈഡ് എന്തേക്കാരം 0. അപ്പോൾ ഇത് എന്ത് റേഡിയസ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പറയുമ്പോൾ ഈ എന്തേക്കാരം 0 ആണ്. ഇവിടെ നിന്ന് പറയുമ്പോൾ എന്താണ്? ഈ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? R സ്ക്വയർ ആണ്. അതുകൊണ്ട് അതിന്റെ ഗ്രാഫ് ഈ ഷേപ്പിലേക്കാരം വരിക, ഈ ഷേപ്പിലേക്കാരം വരിക. അപ്പൊ അതിന്റെ ഗ്രാഫ് ഓർമ്മിച്ചേക്കുക, ഇക്വേഷൻ ഓർമ്മിച്ചേക്കുക. ചിലപ്പോൾ ഈ ഗ്രാഫ് ഡയറക്റ്റ് ചോദിക്കും, അല്ല ഞാൻ ഇത് വെച്ചാലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ടാവും. ഇനി ഇതിന്റെ രണ്ടാം ഭാഗമാണ് പറയാൻ പോകുന്നത്. അതായത് ഇതിപ്പോ കണ്ടക്ടിങ് അല്ല പറഞ്ഞത്. ഈ ഗ്രാഫ് എന്ത്? കണ്ടക്ടിങ്ങും നോൺ കണ്ടക്ടിങ്ങും ഒരു സിമിലാരിറ്റി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ നോൺ കണ്ടക്ടിങ്. നോൺ കണ്ടക്ടിങ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ എന്തുണ്ടാവും? ചാർജ് ഉണ്ടാവും. മനസ്സിലാക്കുക, ഞാൻ നന്നായിട്ട് കൊളാക്കണില്ല. അത് മാർക്ക് ചെയ്യാണ്ട് ഉള്ളിൽ ഡിസ്റ്റൻസ് R1, സർഫസേക്ക് R, റേഡിയസ് പുറത്ത് R2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റും അടയാളപ്പെടുത്തി. 3 പോയിന്റാണ് ഞാൻ അടയാളപ്പെടുത്തിയത്. ഇൻസൈഡ് R1, സർഫസിലേക്ക് R ആൻഡ് ഔട്ട് സൈഡ് R2. നേരത്തെ ചെയ്തതുപോലെ ഒന്നാമത്തെ പറയുമ്പോൾ എന്താണ്? ഈ ഇൻസൈഡ് എന്താകുമ്പോൾ ഇവിടെ Q = 0 ആണോ? ജസ്റ്റ് പിക്ചർ നോക്കടാ. Q = 0 ആവില്ല. കാരണം എന്താണ്? ഇത് നോൺ കണ്ടക്ടിങ് ആണ്. അതുപോലെ ചാർജ് എന്തേക്കാരം അതിൻ്റെ ഉള്ളിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കണ്ട് നിൽക്കുകയാണ്. സോ Q = 0 ആവില്ല. അതുകൊണ്ട് 1/4πε0. നേരത്തെ ഇതും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ
ഇൻസൈഡ് എന്ന് പറഞ്ഞത്. നേരത്തെ ഇൻസൈഡ് 0 ഇനി ഇവിടെ ഇൻസൈഡ് 0 ആവില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇക്വേഷന് കുറച്ച് ഡിഫറൻറ്റ് വ്യത്യാസമുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് Q ഡിവൈഡഡ് ബൈ അടിയിൽ ഡിസ്റ്റൻസ് ഇവിടെ റേഡിയസ് ആണ് കൊടുക്കേണ്ടത്. Q ഡിവൈഡഡ് ബൈ R³ ഇൻറ്റു 6. അതായത് ഇത് ഡിസ്റ്റൻസ് ആണ്, ഇത് റേഡിയസ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പ്രൊപ്പോർഷണൽ ടു എന്താണ് ഡിസ്റ്റൻസ് എത്രയാണ് 6. അപ്പൊ ഇവിടെ ഗ്രാഫിൽ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ഇവിടെ 6 ഞാൻ മാർക്ക് ചെയ്താൽ ഈ ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ് 6-ന്. സോ അപ്പൊ അതിന്റെ ഇതിങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ ആയി കടക്കാരം വരിക. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ പ്രൊപ്പോർഷണൽ ടു 6. ഇനി ബാക്കിയൊക്കെ നേരത്തെ അതേപോലെ തന്നെ ഈ സർഫസ് എത്രയാണ്, സർഫസ് എന്ന് പറയുമ്പോൾ 1/4πε0 Q ഡിവൈഡഡ് ബൈ റേഡിയസ് എത്ര ഇടാ, റേഡിയസ് മീൻസ് അവിടെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ R². ഈ ഔട്ട് എത്ര ഇടാ, ഔട്ട് എന്ന് പറയുമ്പോൾ 1/4πε0. ഈ ചാർജ് Q ഡിവൈഡഡ് ബൈ അവിടെയുള്ള ഡിസ്റ്റൻസ് R2 അതിന്റെ സ്ക്വയർ. ഇവിടെ നോക്കടാ സർഫസിൽ ഇതൊക്കെ യൂണിവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെ ഔട്ട് നോക്കി, ഈ യൂണിവേഴ്സലി പ്രൊപ്പോർഷണൽ ടു 1/6² ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഗ്രാഫ് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ നേരത്തെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നേരത്തെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇൻസൈഡ് എന്തെങ്കിലും ഈ 0 ആയതുകൊണ്ട് തന്നെ ഇവിടെ മാത്രമുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ വരും. ഇത് ഹോളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടക്റ്റിംഗ് ആണോ നോൺ കണ്ടക്റ്റിംഗ് ആണോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 ഭാഗം പഠിച്ചു വെക്കുക. അപ്പോൾ ഈ എടുത്ത ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. മനസ്സിലാവുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.